ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ഞാനിത് കാണുന്ന എൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. നിങ്ങളിത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുക എന്ന് എനിക്ക് പറയാനുണ്ട്. കുട്ടികളുടെ കൂടെ ഈ വീഡിയോ കാണരുതെന്ന് പറയാനുണ്ട്. കാരണം ഈ CJP എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റ് അവിടെ നടത്തുന്ന ചില രാജ്യവിരുദ്ധർ നടത്തുന്ന അവിടത്തെയും കേരളത്തിലെയും, അത് കേരളത്തിലെ കൂടെ എടുത്തു പറയണം, അവരുടെ കുറച്ച് വിഷ്വൽസ് നമ്മൾ ഇതിനകത്ത് കാണിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ അങ്ങനെ പറയുന്നത്. കാരണം നമ്മളെ മലയാള മാധ്യമങ്ങളൊന്നും ഇത് കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കത് കാണിച്ചേ പറ്റും. അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ ഫേസ്ബുക്ക് വീഡിയോയ്ക്കകത്ത് നമ്മുടെ രാജ്യത്തെ ജെൻസി തലമുറയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. CJPയുടെ അക്കൗണ്ടിന്റെ റീച്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 8 മില്യൺ, 7 മില്യൺ, 10 മില്യൺ, കൂടിപ്പോയി കഴിഞ്ഞാൽ 15 മില്യൺ, അതാണ് അവരുടെ റീച്ച് എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോയുടെ ഇൻസ്റ്റയിൽ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 മണിക്കൂർ കൊണ്ട് ആ വീഡിയോ 133 മില്യൺ വ്യൂസ് എത്തുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. 9 മില്യൺ ലൈക്ക് ആ വീഡിയോക്ക് ലഭിച്ചിട്ടുണ്ട്. 780K കമന്റ് ആ വീഡിയോക്ക് ലഭിച്ചിട്ടുണ്ട്. 681K റീപോസ്റ്റ്, 2.6 മില്യൺ ഷെയർ, 6.8% ലൈക്ക്, 2% ഷെയർ എന്നിങ്ങനെയാണ് ഈ വീഡിയോയുടെ ഒരു പോകുന്നത്. അതായത് ഇതില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആൾക്കാർ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്കൊന്ന് വിലയിരുത്തണം. ഫേസ്ബുക്കിലെ വിസിബിൾ റിയാക്ഷൻ 82% പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകൂലിക്കുന്നു എന്ന് പറയുന്ന ലൈക്കാണ്. 4% ലവ് ആണ്. അതിൽ ഹഹ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്. അത് 13% വന്നിരിക്കുന്നത്. അതായത് 13% ആൾക്കാരാണ് മോദിയുടെ വിസിബിലിറ്റിയെ എതിർക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുമല്ലോ. ഇതിൽ നിന്നും മോദിയുടെ ഒരു അപ്രൂവൽ റേറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 71% ആൾക്കാർ, അതിൽ കൂടുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അപ്രൂവൽ റേറ്റ് കൊടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ഇത് പറയാനായിട്ടുള്ള കാരണം, നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈക്കും ഷെയറൊന്നും വെച്ച് നമ്മൾ ഒരു പൊളിറ്റീഷ്യനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ബേസിക്കലി എന്റെ തത്വം അതാണ്. പക്ഷെ ഞാൻ ഈ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഇവർ മോദിയെ തലകുത്തനെ മറിക്കുമല്ലോ എന്ന് നമുക്കൊന്ന് കാണണമല്ലോ. അതുകൊണ്ട് ഇതാണ് അതിന്റെ വിസിബിലിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ശേഷം സോനം വാങ്ചുക് തന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. JP നദ്ദ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് JP നദ്ദയ്ക്ക് കൈ കൊടുത്ത് JP നദ്ദ അദ്ദേഹത്തിന് ഒരു കപ്പിൽ സൂപ്പാണോ എന്താണോ എന്ന് എനിക്കറിയില്ല, നാരങ്ങ വെള്ളമാണോ എന്ന് എനിക്കറിയില്ല, അത് എടുത്ത് കുടിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അവിടെ പൊളിഞ്ഞു പോയി. കഴിഞ്ഞ ദിവസം NSA ആക്ട് കൊണ്ടുവന്നു. ഈ NSA ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞ ശേഷം ജെൻസി ഒന്നാകെ ഇളവിയിരിക്കുകയാണ്. കാരണം ഈ ജെൻസി എന്ന് പറയുന്ന അവിടുത്തെ കലാപകാരികൾ, അവിടെ പോലീസ് എന്ത് ചെയ്താലും ഉണ്ടല്ലോ വിചേട്ടാ, ഉടനെ അവർ വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഭരണകൂട ഭീകരതയാക്കും. പോലീസിനൊന്നും അനങ്ങാൻ വയ്യ എന്നുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം മറ്റേ ഈ പിള്ളേരുടെ അവരുടെ വണ്ടിക്കകത്ത് ഈ പിള്ളേരുടെ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വിഷ്വൽസ് പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട്. വിഷ്വൽസ് കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരന്റെ വീഡിയോ ആ പോലീസുകാരൻ അറിയാതെ എടുത്തിട്ട് ഞങ്ങൾ ഇതാ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലിട്ട് ഇതിനെങ്ങനെ ബൂസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ NSA കൊണ്ടുവന്നു, നാഷണൽ സെക്യൂരിറ്റി ആക്ട്. പോലീസ് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല കൊണ്ടുവന്നത്, ഇപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. അതോടുകൂടി അഭിജിത്ത് ദീപ്കെ പറഞ്ഞു ഞാനിപ്പോ വരാം, എനിക്ക് പനിയാണ്. ഇതുപോലൊരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവന് പനിയാണെന്ന് പറഞ്ഞ് അവൻ ഗുളികയും കഴിച്ചുകൊണ്ട് അവൻ പോയി. കാരണം ഇവന് അടി കൊള്ളാൻ വയ്യ. മഹാത്മാഗാന്ധിയാണെന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധിയൊക്കെ എന്തോ ഒരു അടി കൊണ്ടതാ ബ്രിട്ടീഷുകാരുടെ. അണ്ണാ ഹസാരെ എന്തോ ഒരു അടി കൊണ്ടതാണ്. അപ്പൊ ഇത് ഇവൻ പനിയാണെന്ന് പറഞ്ഞ് എണീച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ അവൻ വലിഞ്ഞു. പക്ഷെ അവൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കടന്ന് വലിയ രീതിയിലുള്ള ബഹളവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ പ്രൊട്ടസ്റ്റ് ഡിസ്മാൻഡിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് കാണുന്ന പ്രേക്ഷകർ, ടെൻഷൻ അടിച്ചിരിക്കുന്ന ഈ പ്രേക്ഷകരോട് പറയുന്നത് ഡിസ്മാൻഡിൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കാരണം സോനം വാങ്ചുക് അവസാനിപ്പിച്ചു, അഭിജിത്ത് ദീപ്കെ NSA വന്നതിന് ശേഷം എഴുന്നേറ്റ് പോയി. ഇനി അവിടെ ഉള്ളത് കുറെ നിഹാങ്കുകളുണ്ട്. ഈ നിഹാങ്കുകൾ അവിടെ വന്നപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരുടെയും മറ്റുള്ള ആൾക്കാരുടെയും ഒക്കെ വിഷ്വൽസ്, അവരുടെ സംസാരം എന്ന് പറയുന്നത് നിഹാങ്കുകൾ ഇറങ്ങിയിരിക്കുന്നു. എന്തിനാണ് നിഹാങ്കുകൾ ഇറങ്ങിയിരിക്കുന്നത്? നിഹാങ്കുകൾ ഇറങ്ങിയിരിക്കുന്നത് അവിടെ ഇവരെ സംരക്ഷിക്കാനാണ്, CJPയെ സംരക്ഷിക്കാനാണ് നിഹാങ്കുകൾ ഇറങ്ങിയിരിക്കുന്നത്. ആക്ച്വലി ഇതൊക്കെ കണ്ടിട്ട് നിഹാങ്ക് വന്നത് ഓക്കെ ഫൈൻ, അവർ വന്നത് CJP പ്രൊട്ടസ്റ്റ് ചെയ്യാനാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് നിഹാങ്കുകൾക്ക് സഹിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം CJP പ്രൊട്ടസ്റ്റുകാരെ ഇവർ വലിച്ചു വാരിയിട്ട് അടിക്കുന്ന വിഷ്വലാണ്, അതായത് നിഹാങ്കുകൾ തന്നെ വലിച്ചു വാരിയിട്ട് അടിക്കുന്ന വിഷ്വലാണ് ഈ കാണുന്നത്. ഇവന്മാരെയൊക്കെ ഓട്ടിച്ചിട്ട് അടിക്കുകയാണ്.
എന്തിനാണെന്ന് ഒരു നിഹാങ്കിന്റെ അടുത്ത് ചോദിച്ചപ്പോ അവൻ രാജ്യത്തിനെതിരെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഹാങ്കുകൾ ഇവനെ ഓട്ടിച്ചിട്ടടിക്കുന്നത്. CJP-കാരെ ഓട്ടിച്ചിട്ടടിക്കുക നിഹാങ്. ഇപ്പം അവിടെയുള്ള പല നിഹാങ്കുകളും പറയുന്നത് ഈ പ്രൊട്ടസ്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല. കാരണം ഇവിടെ മുഴക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ നീറ്റിന് വേണ്ടി ഇവന്മാർ മുദ്രാവാക്യം മുഴക്കുന്നില്ല, വേറെ എന്തിനെയൊക്കെ വേണ്ടിയാണ് ഇവന്മാർ മുദ്രാവാക്യം മുഴക്കുന്നത് എന്നാണ് നിഹാങ്കുകൾ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരുമ്പോൾ ഫാസിസ്റ്റ് മോദിയാണല്ലോ. ഫാസിസ്റ്റ് മോദിക്കെതിരെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാസിസ്റ്റ് വിരുദ്ധനായിട്ടുള്ള ഏറ്റവും ആദരണീയനായിട്ടുള്ള വേടൻ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചു. അറിയാം, വേടൻ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചു. വേടൻ വലിയ പാട്ടൊക്കെ പാടി, അതിനകത്ത് ഒരുപാട് ആൾക്കാരെ വേടൻ വിളിച്ചു കയറ്റുന്നുണ്ട്. അതിനകത്ത് ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് ഇവർ നടത്തുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. ആ നടത്തുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചത്. അതായത് ഇവർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പാടുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ഏകദേശം കുറച്ച് സമയമുള്ളൂ, 50 സെക്കൻഡേ ഉള്ളൂ. ഹെഡ്ഫോൺ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഹെഡ്ഫോൺ വെച്ചോളൂ. നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ ഒരു പാട്ട് അവർ പാടുകയാണ്. ഇതാണ് ഇവരുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ആ പാട്ട് ഇങ്ങനെയാണ്. ചായക്കടയിലെ ഭാരതമാണ് പാർട്ടിയിലുണ്ടാണ് പോത്തല്ലേ വേദമോദിക്കൊന്നും വെക്കാപത്തില്ല. മാതാവ് പോയെങ്കിൽ ഇറങ്ങി പോകണം. പാവങ്ങൾ പാസ്സായിക്കോട്ടെ. പെയിച്ച വാറ്റും പ്രധാനി നരേന്ദ്ര പഠനം ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ്. ഇനി CJP-യുടെ അവിടെ നടക്കുന്ന വേറൊരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ പോരാടുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വരച്ചു വെച്ചിട്ട് സ്വന്തം ജനനേന്ദ്രിയം എടുത്ത് മോദിയുടെ വാക്യത്ത് വെച്ച് കൊടുക്കുകയാണ് കുറെ ആൾക്കാർ. എൻ്റെ അഭിപ്രായത്തിൽ CJP-യെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ എല്ലാ ഇവിടെയുള്ള ആൾക്കാരും അങ്ങോട്ടേക്ക് പോകണം. പോയിട്ട് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, മകളെ ഇതുപോലെ നിങ്ങൾ വളർന്നു വരണം നിങ്ങൾ പറയണം. കാരണം ഇതാണ് ഇവിടുത്തെ പ്രൊട്ടസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കാര്യം. ഇത് ഞാൻ എൻ്റെ ആത്മജോഷം കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു ചർച്ച നടക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു ബിജുചേട്ടാ, ഈ ചർച്ച എന്താവും? ഈ വേടന്റെ പാട്ട് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഈ കേരളത്തിലല്ല വേറെ ആരോ വേടനല്ല ആരോ. അപ്പോ ഈ നമ്മുടെ കേരളത്തിലെ കൊടുങ്ങല്ലൂർ ഭരണിക്ക് അതിന്റെ ആചാരപരമായി കാവുതിടലിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ചില ഗാനങ്ങൾ പാടുമായിരുന്നു. അതിനെതിരെ വലിയ സമരം നടത്തുകയും കോടതിയിൽ പോവുകയും അത് നിരോധിക്കുകയും ചെയ്തിരുന്നു. സാംസ്കാരിക കേരളത്തിൽ എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത്, സംസ്കാരം കൂടുന്നു. ഈ പറയുന്നവന്റെ പാട്ട് കേട്ട് കൈയടിക്കുകയും ഈ പാട്ട് ഷെയർ ചെയ്യുകയും ചെയ്ത് ഏത് സംസ്കാരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു വിശ്വാസത്തെ, ഒരു ആചാരത്തെ, അതിൽ ഇത്ര മോശം തെറികളൊന്നും ഉപയോഗിക്കുന്നില്ല. ആ ആചാരപരമായ ചില കാര്യങ്ങളാണ്. അതിനെ പിന്നെ തെറി എന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുകയും അത് ശരിയാണ് എന്നാ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ അതേ കാര്യം പബ്ലിക്കായിട്ട് അത് വേടൻ തെറി പറയുമ്പോൾ അത് പവിഴമാകില്ലല്ലോ, തെറിക്ക് തെറി തന്നെയാണ്. പിന്നെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജെൻസിക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഈ രാജ്യത്തില്ല. ജെൻസിക്കുള്ള പ്രിവിലേജ് തന്നെ ജെൻസിയുടെ 30, 40, 50 വയസ്സായ അവന്റെ അച്ഛനും ആ പ്രിവിലേജ് തന്നെയാണ് ഉള്ളത്, അവന്റെ അമ്മയ്ക്കും ആ പ്രിവിലേജ് ഉള്ളതാണ്. അതിന് മുകളിൽ 60, 70 വയസ്സായ അവന്റെ അപ്പൂപ്പനും അമ്മയ്ക്ക് ഈ പ്രിവിലേജാണ് ഉള്ളത്. അതിൽ പ്രത്യേക പ്രിവിലേജ് ഒന്നും ജെൻസിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ജെൻസി എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്നത്? നമ്മൾ സാധാരണ പറയുമല്ലോ, പിള്ളേരല്ലേ പോട്ടെ എന്ന് പറയും. പക്ഷെ പിള്ളേര് വൃത്തികേട് കാണിച്ചാൽ നമ്മൾ പോട്ടെ എന്ന് പറയില്ല. പിള്ളേര് വണ്ടിയെ തകർത്താൽ, ചുമ്മാതിരിക്കുന്ന പോലീസുകാരന്റെ തല തകർത്താൽ, പാർലമെന്റ് മന്ദിരത്തിലേക്ക് തകർക്കാനും അവിടുത്തെ പൊതുമുതൽ നശിപ്പിക്കാൻ തുടങ്ങിയ പിള്ളേരല്ല ഇവിടെ. അങ്ങനെ ജെൻസിക്ക് പ്രത്യേക പ്രിവിലേജ് ഇല്ല. അത് ചിലപ്പോൾ ചിലര് എല്ലാവരും എഴുതുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ജെൻസി എന്തോ ഒരു സംഭവം ഒരു കോപ്പുമല്ല എന്ന് പച്ച മലയാളത്തിൽ പറയാം. ജെൻസിക്ക് യാതൊരു പ്രിവിലേജ് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ പ്രിവിലേജ് തന്നെ. 110 നമ്മുടെ മണിപ്പൂരിൽ ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയ്ക്കും ഇന്ന് പിറന്നു വീണ കുഞ്ഞിനും ഒരു പ്രിവിലേജാണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ചില വിവരമില്ലാത്തവർ പറയുന്നുണ്ട് ഇവർക്കൊന്നും ഭരണഘടന അറിയില്ല, നിയമം അറിയില്ല. പറയുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആകാശം മുട്ടയുള്ളതല്ല, അതിന് ഒരു അതിരുണ്ട്. ആ അതിരിനപ്പുറത്തേക്ക് പോയാൽ കേസ് എടുക്കുക തന്നെ ചെയ്യും. കാരണം നിയമം അറിയാതെയാണ് താനിത് ചെയ്തതെന്നും പറഞ്ഞ് മാപ്പ് പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, നിയമം അറിഞ്ഞോ അറിയാതെയോ ചെയ്താലും ഒരേ കേസ് തന്നെയാണ്, ഒരേ കുറ്റമാണ്. നിയമം അറിയാതെ നിങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ അത് സർക്കാരിന്റെ കുറ്റമല്ല, ജനത്തിന്റെ കുറ്റമല്ല, അത് നിങ്ങളുടെ ബേസിക്കായിട്ട് നിങ്ങൾക്കുള്ള അറിവില്ലായ്മയാണ്. തെറി പറയാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിയമം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് യാതൊരു കാര്യവുമില്ല. കാരണം പോലീസ് കേസെടുത്ത പോലീസ് കേസ് തന്നെ. പോലീസിന്റെ അടുത്ത് പറയാൻ പറ്റും, ഇപ്പൊ ഞാൻ അറിയാതെ ഒരാളെ കൊന്നുപോയി എന്ന് പറയാൻ പറ്റൂ? ഞാൻ ഒരാളെ അറിയാതെ തല്ലിപ്പോയി എന്ന് പറയാൻ പറ്റൂ? ഇല്ല, അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ.
അതാണ് ഇതാണ് ഇതിന്റെ ബേസിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ജെൻസി എന്ന് പറഞ്ഞ് തുള്ളേണ്ട കാര്യമില്ല. പിന്നെ ജെൻസികൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്ന അവർ രണ്ട് മായും പായും കൂയും ഒക്കെ പറയുമ്പോൾ മറ്റുള്ളവർ അത് കേട്ട് ഭയക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് മായും കൂയും ഒക്കെ മാത്രമേ അറിയൂ. നിങ്ങളെക്കാൾ കൂടുതൽ ഓണമുണ്ട സീനിയേഴ്സിന് അറിയാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ധനുഷ്. ഈ കേരളം അടക്കമുള്ള സ്ഥലത്ത് മാത്രമാണ് ഇതിന് ഏറ്റവും കൂടുതൽ മൈലേജ്. തമിഴ്നാട്ടിലില്ല. ചെറുപ്പക്കാരല്ലേ അവിടെ വരും. തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല, തെലുങ്കാന കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന അവിടെ ഇല്ല. ഇവിടെ ഉള്ളത് ഡൽഹിയിലാണ്. ഈ തുള്ളുന്നവരാരൊക്കെയാണ്? സ്ഥിരം സമരക്കാരാണ്. അവരുടെയൊക്കെ മുഖം പരിശോധിച്ചാൽ നമുക്കറിയാം. നമ്മൾ സ്ഥിരം കാണുന്ന ടീമുകളാണ് ഇവര്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. 9 മാസം ഈ രാജ്യത്തെ സംഘടിത ന്യൂനപക്ഷങ്ങൾ ഒരു സമരം നടത്തിയിരുന്നു, പൗരത്വ ഭേദഗതി സമരം. ഷഹീൻ ബാഗ് എന്ന് പറയുന്ന അവിടുത്തെ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തായിരുന്നു. അന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താണ് പറയുന്നത്? മോദി തീർന്നു, താഴെ പോയി, രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. കേരള നിയമസഭ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് പ്രമേയം പാസാക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? സമര നേതാവ് ഉമ്മർ ഖാലിദ് കഴിഞ്ഞ ദിവസം അവന്റെ ഉമ്മയെ കാണാൻ 3-4 ദിവസം പരോൾ അനുവദിച്ച് നാട്ടിൽ വരികയാണ്. പിന്നെ തീഹാറിലേക്ക് പോയി. അതാണ് അവസ്ഥ. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഇന്ന് എവിടെയാണ്? ഇല്ല. 2, ഇനി കർഷക സമരം വന്നു. 1 വർഷക്കാലമാണ് നിന്നത്. ആ കർഷക സമരത്തിന് വെള്ളവും വളവും കൊടുക്കാനെന്ന് ആം ആദ്മി പാർട്ടിയുടെ ഭരണം ദില്ലിയിലുണ്ടായിരുന്നു. എന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സമരം എന്ത് പറ്റി? തീർന്നു. പിന്നീട് ഒരു സമരം അതുപോലെ വന്നില്ല. 2, മൂന്നാമത് അഗ്നിവീർ വന്നു. ഇതുപോലെ വലിയൊരു സമരം നടന്നു. 4 ദിവസം ഈ രാജ്യത്തെ കത്തിച്ചു. ബീഹാറിലും മധ്യപ്രദേശിലും അടക്കം ട്രെയിനുകൾ കത്തിച്ചു. കേരളത്തിലടക്കം വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അവസാനം എന്ത് സംഭവിച്ചു? ഈ അക്രമത്തിൽ പങ്കെടുത്ത മുഴുവൻ ജൻസികളെയും ഇന്ന് കുടുംബം വഴിയാധാരമാണ്. സർക്കാർ കൊണ്ടുപോയി കുടുംബം, വസ്തുവകകൾ കൊണ്ടുപോയി പൊതുമുതൽ നശിപ്പിച്ചതിന്. സ്വാഭാവികമാണ്. ക്രിമിനൽ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കുട്ടികൾക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്രമം കാണിച്ച കുട്ടികളല്ല, അത് കുട്ടികളല്ല, കുട്ടന്മാരാണ്. കുട്ടികൾ വേറെ, കുട്ടന്മാർ വേറെ. ഈ കുട്ടന്മാരെയാണ് ഈ പിടിച്ചിരിക്കുന്നത്. അത് കേസ് ഊരത്തില്ല, ജന്മത്തൂരത്തില്ല. പോലീസ് വേണ്ടി ആക്രമിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞ് നാളെ ഈ നമ്മുടെ പോലീസുകാരെ ആക്രമിച്ചാൽ ശരിയാകുമോ? അത് എന്നാ പിന്നെ കുട്ടികളല്ലേ, അവർ പോലീസുകാരെ 2 വെടിവെച്ചെന്നല്ലേ ഉള്ളൂ, 2 തല്ല് തല്ലിയെന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, ഇല്ല ഇഷ്ടിയൊക്കെ എറിഞ്ഞെന്നല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് പറഞ്ഞാൽ വിടാൻ പറ്റുമോ? ഇല്ല, വിടാൻ കഴിയില്ലത്. കാരണം ഈ രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് പ്രിവിലേജ് ഇല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ആകാശം മുട്ട് നിൽക്കുന്നതല്ല, അതിന് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ അവരുടെ അഭിപ്രായം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പറയാത്തത്? അവർക്കറിയാം പണി വരുന്ന വഴി എങ്ങനെയാണെന്നുള്ളത്. ഈ അറിവില്ലാത്തവർ എന്ന് പറയുന്നവർക്ക് അതൊരു എക്സ്ക്യൂസ് അല്ല, അറിവില്ലായ്മ എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ഈ സമരം പൊളിഞ്ഞു തുടങ്ങി. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ധനുഷ് സൂചിപ്പിച്ച നിഹാംഗുകൾ സിഖുകാരുടെ ഇടയിലുള്ള സൈനിക വിഭാഗമാണ്, ആ ഒരു കാസ്റ്റാണ്, ആ ഒരു വിങ് ആണ്. അവര് വന്നു വാളും പരിചയം. ഈ നിഹാംഗുകളെ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. കർഷക സമരത്തിന് നിഹാംഗുകളുടെ തേരോട്ടമായിരുന്നു. അവസാനം നിഹാംഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി 2 പേര് കൊല്ലപ്പെട്ടു ഈ നിഹാംഗുകളുടെ ക്യാമ്പിൽ അന്ന്. അതിന്റെ ഇടയ്ക്കൂടെ പോയി പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ആ പെണ്ണും മരിച്ചു. ഇതെല്ലാം സമരക്കാർ തന്നെയാണ്. ഇതിനകത്തൊക്കെ അവര് തന്നെ, പുറത്തുനിന്ന് ആരും ബലാത്സംഗം ചെയ്താൽ. ഇതാണ് നിഹാംഗുകൾ ഈ അടുത്ത് സമാനമായിട്ടുള്ള രീതിയിൽ പാറ്റ കലാപം മാറുകയാണ്. അവിടെ പാറ്റകൾ തമ്മിൽ തല്ലുകയും ഈ നിഹാംഗുകൾ പാറ്റകളെ പിടിച്ചു മാറ്റുകയും പോരാത്തതിന് അതിന്റെ ഇടയിൽ ആന്റി നാഷണലിസ്റ്റ് ആയിട്ടുള്ള പാറ്റകളെ നിഹാംഗുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വിഷ്വൽ എന്താ അറിയോ, ഇവന്മാര് തമ്മിൽ തല്ലി ഒരുത്തൻ അവിടെ തലതല്ലി കിടക്കുന്നു. അപ്പം ഈ തലതല്ലി കിടക്കുന്നു, ആ തമ്മി തല്ലിയ വിഷ്വൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആ തലതല്ലി കിടക്കുന്നവന്റെ വിഷ്വൽ ആരെങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പോലീസ് അവനെ അടിച്ചാണെന്ന് പറഞ്ഞാൽ പോലീസിന്റെ തലയിലോ, പോലീസ് ഓടിച്ചെന്ന് അവനെ വാരി എടുത്ത് ഒരു സൈഡിൽ കൊണ്ടെടുത്തിട്ട് അവന് CPR കൊടുക്കുക. ഈ നിഹാംഗുകൾ ഇന്നലെ അതിനെ തല്ലിയെന്നറിയാവോ? അവിടെ ഒരു സംഭവം നടന്നു ധനുഷ്. മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യാണ്, ഭാരത് മാതാ കി ജയ് വിളിക്കരുത്, ജയ് ശ്രീരാം വിളിക്കരുത്, പകരം ബോലോ തക്ബീർ എന്ന് വേണം നമ്മൾ ഈ സമരപന്തൽ വിളിക്കാൻ. ഇത് കേട്ടപ്പോഴാണ് സിഖുകാരന്മാരായ നിഹാംഗുകൾ ചോദിച്ചത്, ആ പരിപാടി നടക്കത്തില്ല, രാജ്യത്തിനെതിരെയുള്ള പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് തല്ല് നടന്നത്. ഇന്നലെ ആരും നിഹാംഗുകളുടെ വിഷ്വല് പ്ലേ ചെയ്തില്ല, അല്ലെങ്കിൽ വെട്ടിയിട്ടില്ല, ഒരു ഇത് ഇട്ടില്ല, ചീറ്റിപ്പോയി. കാരണം നിഹാംഗുകളുടെ തല്ല് കൊണ്ട് പാറ്റകൾക്ക് അതിനകത്ത് തന്നെ വിഷയങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പൊ 480 സോഷ്യൽ മീഡിയ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സർക്കാർ. അതായത് വിദേശത്ത് നിന്ന് വരുന്ന അക്കൗണ്ടുകളിൽ വരുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ദില്ലി പോലീസ് അടച്ചിരിക്കുന്നത് ഷെയർ ചെയ്തവരും ഇതിനകത്ത് പ്രതികൾ തന്നെയാണ്. കാരണം ഷെയർ ചെയ്യുന്നതും സമാന കുറ്റം ചെയ്തതിന് തുല്യം തന്നെയാണ്. 3ാമത്തെ ഒരു കാര്യം, വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയായിട്ട് അത് കൊടുക്കുന്നില്ല. സംഭവം എന്താണെന്ന് മനസ്സിലായോ? വാങ്ചുക്ക് ഒരു വാടാക്കാരനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ചുക്കിന്റെ റേറ്റ് പറഞ്ഞു. 50 മിനിറ്റ് അദ്ദേഹം ഒന്ന് സംസാരിക്കുന്നതിന് 15 ലക്ഷം രൂപയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് പുറത്തു വന്നിട്ടുണ്ട്. ആ വ്യക്തി ഒരു ദിവസം നിരാഹാരം കിടക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഇനി അവിടുന്ന് 5 പൈസ കിട്ടത്തില്ലെന്ന് വാങ്ചുക്കിന് മനസ്സിലായി. പട്ടിണി കിടന്ന് ജാഗത്തേ ഉള്ളൂ.
അപ്പൊ അദ്ദേഹം തടി ഊരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങി. 20 ദിവസത്തെ പൈസയും മേടിച്ച് പുള്ളി സ്കൂട്ടാകുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ബാങ്ക് ചുക്ക് ഇത് പിൻവലിച്ചു. ബാങ്ക് ചുക്ക് പറഞ്ഞ് കുറെ ഐഡിയയും കാര്യങ്ങളും പോയി. രണ്ടാമത്തത് ഈ സമരത്തിന്റെ വക്താവായി നിന്നൊരാളുണ്ട് പാർട്ടി പാർട്ടിയുടെ. അവൻ എന്തോ പപ്സ് കഴിച്ചെന്ന് ബർഗർ കഴിച്ചെന്ന് എന്താണ്ട് പറഞ്ഞിട്ട് അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവനിപ്പോ തന്തയ്ക്കും തള്ളയ്ക്കും മറ വിളിച്ചോണ്ട് നടക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നും അതിനകത്ത് നടന്നു. ഇന്നലെ എന്തുകൊണ്ടാണ് ഇവന് പെട്ടെന്ന് പനി വന്നത് ഈ പറയുന്ന സമര നേതാവിനെന്ന് അറിയാവോ? 6:30 മണിയാകുമ്പോൾ ഇന്നലെ കൊണാട്ട് പ്ലേസിലെ കടകൾ അടയ്ക്കാനായിട്ട് കേന്ദ്രസേന പറഞ്ഞു. 6:30 മണിക്ക് കൊണാട്ട് പ്ലേസിലെ എല്ലാ കടകളും അടച്ചു. 7:30 ആയപ്പോൾ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. ഇന്റർനെറ്റ് 7:30 ആയപ്പോൾ വിച്ഛേദിച്ചു. അപ്പോ ഈ പാർട്ടിയുടെ നേതാവിന് കാര്യം മനസ്സിലായി. കാരണം അവനിത് അറിയാം. പെട്ടെന്ന് അവന് കുളിരും പനിയും വന്ന് അവൻ വീട്ടിൽ പോയി. കാരണം അവന് മനസ്സിലായി രാത്രിയിലെങ്ങാണ്. കാരണം 50 കമ്പനി CRPF അവിടെ കിടക്കുന്നത്. ഇന്നലെ എന്തുകൊണ്ടാണ് ഈ പാർട്ടികള് ഡൽഹിയിലെങ്ങും ആരെ എറിയാഞ്ഞത്, ആരെയും തെറിവിളിക്കാഞ്ഞത്? ഒരു പോലീസുകാരെ പോലും ഇന്നലെ ഉപദ്രവിച്ചില്ലല്ലോ. എന്ത് പറ്റി? ധൈര്യമൊക്കെ പോയോ ജൻസികളുടെ? ജൻസികൾ ഭയങ്കരമാണെന്നല്ലേ പറയും. ഇന്നലെ എന്താണ് ഒരു അനിഷ്ട സംഭവം ഡൽഹിയിൽ ഉണ്ടായില്ല. രണ്ട് കാര്യങ്ങൾ ചെയ്തത്, 3 കാര്യങ്ങളാണ് ചെയ്തത്. അതെ, 50 കമ്പനി CRPF എത്തി, NSA ആക്ട് കൊണ്ടുവന്നു. കോണാട്ട് പ്ലേസിലെ കടകൾ അടച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. കടകൾ ഉണ്ടപ്പോൾ എന്ത് വരും, ജനങ്ങൾ കൂടുതലായിട്ട് കടകളിലൊക്കെ എത്തുകയാണെങ്കിൽ അവിടെ ഒരു അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാഷ്വാലിറ്റി ഉണ്ടാക്കും, പോലീസിനെ ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്. കടകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരും പോലീസും മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. മുഴുവനായിട്ടല്ല, രാജ്യം മുഴുവനല്ല വിച്ഛേദിച്ചത്, അത്രയും ഭാഗം. അതുകൊണ്ട് തന്നെ അപകടം നടക്കും. അത് പറഞ്ഞപ്പോഴാട്ടോ ഇന്നലെ ഞാൻ കണ്ടൊരു ഗംഭീര വിഷ്വൽ. അതെനിക്ക് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നലെ കണ്ടൊരു ഗംഭീര ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. ആ വിഷ്വലില് ആ IPS ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഇഫ് യു ബാക്ക് ഔട്ട് ഐ വോണ്ട് ലീവ് യു ഫിറ്റ് ഫോർ എനി ജോബ്. IPS ഓഫീസർ മോട്ടിവേറ്റ്സ് ഫോഴ്സസ് ഡ്യൂറിംഗ് ക്ലാഷസ് ഓവർ നീറ്റ് പേപ്പർ ലീക്ക് പ്രൊട്ടസ്റ്റ് ഇൻ ബീഹാർ. ബീഹാറിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഈ അവന്മാരെ നേരിടാനായിട്ട് നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസുകാരൻ തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, പിന്നെ നീ ഒന്നും ഈ സർവീസിൽ കാണില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യവന്മാരെ, അതായത് പോലീസുകാരെ മോട്ടിവേറ്റ് ചെയ്ത് പോലീസുകാരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, കേട്ടോ, പോലീസുകാരെ പ്രകാശം അടിക്കുന്നുണ്ട് അതിൽ ലൈറ്റ് കാണിച്ചു തരാം. ഇപ്പൊ കാണാം. നോക്കിയേ, ഇത് ലൈറ്റ് അടിക്കുന്നുണ്ട്, നോക്കട്ടെ. സ്റ്റുഡിയോ ലൈറ്റ് ആണ്. നോക്കിയോ, അദ്ദേഹം പറയുകയാണ് അവരോട്, ഏവനെങ്കിലും ഒരുത്തൻ ഓടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് അത് വളരെ ഗംഭീരമായിട്ട് ഇവന്മാർ കല്ലെറിയുന്നവന്മാരെ നേരിടാനായിട്ട് പോലീസുകാരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഓടിപ്പോകുന്ന വിഷ്വൽസ് ഞാൻ കണ്ടു. അതെനിക്ക് പങ്കുവയ്ക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. ചേട്ടാ പറഞ്ഞു. അപ്പം ഇതാണ് രീതി. കാരണം ഈ അക്രമ സമരം തനിച്ച് ഒരു രാജ്യത്ത് ഒരു ഭരണകൂടത്തിനും വെച്ച് വെളുപ്പിക്കാൻ കഴിയില്ല. ആക്രമിച്ചു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യും, അടിച്ചൊതുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് പറ്റി, ഈ സമരം കൈവിട്ടു പോകുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഇന്ന് രാജ്യത്ത് മുഴുവൻ പ്രക്ഷോഭം പറഞ്ഞിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്ത് കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ വാരി വലിച്ചു ഈ സമരത്തിന് ആഹ്വാനം ചെയ്തവനകത്ത് പോവും. അതുകൊണ്ട് ഇന്ന് നമ്മൾ സമരത്തിന് വലിയ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ പ്രശ്നം എന്താണ്, ഇപ്പൊ അവർ ചർച്ചയ്ക്ക് പോവുകയാണ്. ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ എത്ര ദിവസം കൊണ്ട് വിളിക്കുന്നതാണ്. ഇപ്പോൾ അവർ പോകുന്നു. ഈ ചർച്ച വിജയിക്കുമോ ഇല്ലയോ, അതിന് രണ്ടാമത് ഒന്നുകൂടി ചർച്ച ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ പോകുന്നത് 4 പേരാണ് പോകുന്നതെങ്കിൽ 4 അഭിപ്രായമുള്ളവരാ പോകുന്നത്. ചർച്ചയ്ക്ക് പോകുന്നവർ ഒരു ഡിസിഷനുമായിട്ട് പോകണ്ടേ. ഒരാളോട് ചോദിക്കും എന്താണ് പ്രശ്നം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അടുത്തുള്ളവർ അതുപോലെ അമിത്ഷാ രാജിവെക്കണം. 3ാമൻ മോദി രാജിവെക്കണം. അപ്പൊ 4ാമൻ ഇനി നിന്റെ ആവശ്യം എന്താണ്, ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം. പിന്നെ പൗരത്വ ഭേദഗതി അത് റദ്ദാക്കണം. പിന്നെ ബംഗ്ലാദേശികളെ പുറത്താക്കരുത്. ഉമ്മർ ഖാലിദിന് എന്തായാലും നിരുപാധികം വിട്ടയക്കണം. അപ്പൊ ഇതിനകത്ത് ഏതിനാണ് കേന്ദ്ര സർക്കാർ ഡിസിഷൻ പറയേണ്ടത്? ഇങ്ങനെ 4 തട്ടിലിരിക്കുന്ന 4 നേതാക്കള് ഇന്നലെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കോൺഗ്രസ് പാർട്ടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയുണ്ടായി. അവരുടെ പുറപ്പെട്ട വാഹനം പോലീസ് തടഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്, ഒരു ബഹളം വെച്ചു. അവരുടെ കൂടെ MP മാരും അവരുടെ മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ ഇറങ്ങി ഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്കാണ് അവർ പോയത്. ഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. എന്താ, കോൺഗ്രസ് പാർട്ടിക്ക് അവർ അക്രമം നടത്താൻ പാടില്ലായിരുന്നു, അവർ ചെയ്തില്ലല്ലോ. അത് ഈ രാജ്യത്ത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ, പാർട്ടികളെക്കാൾ കൂടുതൽ വലിയൊരു പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ്. അവരെന്താണ് അക്രമവും അരാജകത്വത്തിലും നീങ്ങാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ചിട്ടയായ രീതിയും കാര്യങ്ങളുമുണ്ട്. അത് അവരുടേതായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ രാജ്യം മുഴുവൻ ഇന്നലെ അവരുടെ പ്രതിഷേധം ലൈവായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയുടേത്, അല്ലേ? എന്തെങ്കിലും തെമ്മാടിത്തരം ഉണ്ടായോ? അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയെ അവരുടെ നേതാക്കന്മാരെയും റെസ്പെക്ട് ചെയ്യുന്നത്. രാഷ്ട്രീയം വേറെ,
നേതാക്കന്മാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ കാരണം ഈ രീതിയിലാണ്. അവർക്ക് വേണമെങ്കിൽ ആഹ്വാനം ചെയ്താൽ പോരെ. അവർ ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലുണ്ട്. കേരളം ഭരിക്കുന്നുണ്ട്, കർണാടക ഭരിക്കുന്നുണ്ട്, അവരുടെ സപ്പോർട്ടിൽ തമിഴ്നാട് ഭരിക്കുന്നുണ്ട്, തെലങ്കാന ഭരിക്കുന്നുണ്ട്. അവിടെയൊക്കെ അവർക്ക് വേണമെങ്കിൽ ഇളക്കി വിടാൻ മേലെ മോദി തയ്യാറാക്കാൻ സമരം അവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെന്താണ്, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അടുക്കും ചിട്ടയൊന്നും ഇവർക്കില്ല. ഇവരൊരു ഏകീകൃത സംഘടനയല്ല. ഇവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു. ഇതിനകത്ത് ഒരുപാട് എലിമെന്റ്സുകൾ വന്നു, ഖാലിസ്ഥാനികൾ വന്നു. ഖാലിസ്ഥാന്റെ 5 ഭീകരർ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേപ്പാൾ അതിർത്തിയിൽ വെച്ച്. അതിൽ ഒരാളുടെ പേര് വിക്രംജിത്ത് സിംഗ്. പിന്നെ പഞ്ചാബിലെ മോഗ ജില്ലയിലുള്ള ഒരു സിഖാണ്. ഇവൻ US പൗരത്വം നേടിയതാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ കൊന്ന കേസിലെ പ്രതിയാണ്. ഇവൻ അമേരിക്കയിൽ പോലും അവിടുത്തെ പൗരത്വം നേടിയതാണ്. പുള്ളിയുടെ പേര് മൻവീർ സിംഗ് ധില്ലൻ. ഇവരടക്കം 5 ഭീകരരെ പിടികൂടിയിരിക്കുന്നത്. നേപ്പാളിൽ നിന്ന് പൈതിക അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഖാലിസ്ഥാനികൾ വിചാരിച്ചാണ് ഇന്ത്യയിൽ ഭരണം മാറിയിട്ടുണ്ട്, ഇനിയിപ്പം ഞങ്ങളോട് ചെന്നിട്ട് വേണം ഭരണത്തിന്റെ ബാക്കി പഞ്ചാബ് വിധിച്ചെടുക്കണമല്ലോ. സുഡാപ്പികൾക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണം വന്നാൽ മതി, ശരിയത്തൊക്കെ ഭരണഘടന മാറ്റി ശരിയത്തെടുത്ത് വെക്കണം. പിന്നെ നമ്മുടെ നൈറ്റി ടീമിനെ സംബന്ധിച്ചാണെങ്കിൽ വടക്കിഴക്ക് സംസ്ഥാനം കേരളവും വേണം. ഇങ്ങനെയൊക്കെ പല ആവശ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ ഖാലിസ്ഥാൻകാർ കടന്നു വന്നവിടെ തന്നെ ഈ അതിർത്തി നേപ്പാൾ അതിർത്തി വെച്ച് പിടികൂടിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ആവശ്യങ്ങളൊക്കെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, പരീക്ഷാ ചോദ്യപേപ്പർ ചോരുന്നതും അതുപോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥികളുടെ ചോദ്യപേപ്പർ ഇന്റർവ്യൂ ചോരുന്നതും ഈ രാജ്യത്ത് പുതിയ സംഭവമാണോ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയോ ഇല്ലയോ എന്നുള്ളത് അത് ധാർമ്മികതയുടെ പ്രശ്നമാണ്. അദ്ദേഹത്തിന് മനസാക്ഷി ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കും. നിയമപരമായിട്ട് രാജിവെക്കാൻ പറയാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായി 10 വട്ടം രാജിവെക്കണമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുകയേ ചെയ്യരുതായിരുന്നു കേരളത്തിൽ. ആരൊക്കെ ഈ രാജിവെക്കാൻ നിയമമില്ല. കൊണ്ട് ആരൊക്കെ എന്തിനൊക്കെ രാജിവെക്കേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും അവസാനം രാജിവെക്കുന്നത് BJP മന്ത്രിമാരായിരിക്കും. തുടക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ ആൾക്കാരൊക്കെ ചറപറ രാജിവെച്ച് പോകേണ്ടി വരും. ഏറ്റവും അവസാനമാണ് BJPയുടെ ആൾക്കാർ രാജിവെക്കേണ്ടി വരും. ഇവിടെ 2G സ്പെക്ട്രം ഒന്നില്ലേ, കൽക്കരി കുംഭകോണം ഒന്നില്ലേ, മൻമോഹൻ സിംഗ് രാജിവെച്ച് പോയോ? ഏതെങ്കിലും മന്ത്രിമാർ രാജിവെച്ച് പോയോ? രാജിവെക്കുക എന്നുള്ളത് ഒരു ധാർമ്മികതയാണ്. അതിപ്പോ എനിക്ക് തോന്നുകയാണ്, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ നടന്നു, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് ഞാൻ രാജിവെക്കുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം. അത് എന്റെ മാത്രം വ്യക്തിപരമായ ഇഷ്ടമാണത്. അതല്ല നിയമപരമായിട്ട് രാജിവെക്കണമെന്ന് ഒരു കുന്തവും പറയുന്നില്ലെങ്കിൽ. പിന്നെ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പിന്നെ ഈ നീറ്റ് ചോർന്നതിനകത്ത് നിങ്ങൾ കാണിക്കുന്ന ഈ ആഭാസത്തരം അത് അതിര് കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം ഈ ജെനുവിനായിട്ടുള്ള ഒരു ലക്ഷ്യമല്ല. നിങ്ങളുടെ മുദ്രാവാക്യം മാറിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രവർത്തനം മാറിയിട്ടുണ്ട്, നിങ്ങൾ അക്രമത്തിലേക്ക് പോകുന്നുണ്ട്, വലിയ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗൂഢ ലക്ഷ്യമുണ്ട്. ഇത് ഞങ്ങൾ മുൻകൂട്ടി നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇനി ഇറങ്ങാൻ പോകുന്ന 0.5 എന്ന് പറയുന്ന ഇന്ത്യയുടെ ശത്രുക്കളാണ് രംഗത്തിറങ്ങാൻ പോകുന്നത്. അതിൽ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നൈറ്റീസ് എത്തിയിട്ടുണ്ട്, സുഡാപ്പീസ് ഉണ്ട്, അർബൻ നക്സൽസ് ഉണ്ട്, മറ്റ് ഖാലിസ്ഥാനികളുണ്ട്, മറ്റ് വിധ്വംസക പ്രവർത്തകരുണ്ട്, പഴുതാരയും പാമ്പും തേരട്ടയും എല്ലാം ഇതിൽ എത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഞാൻ ഇന്നലെ ധനുഷിനോട് പറയുകയുണ്ടായി, ഇതിന് 4 ദിവസം കൂടെ ആയുസുള്ളത്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇനി കേവലം 2 ദിവസത്തിനുള്ളിൽ ഈ സമരം പൂട്ടിക്കെട്ടി ഈ രാജ്യത്തുനിന്ന് പോവുക തന്നെ ചെയ്യും. കാരണം ഇതാണ് ഇവരുടെ രീതിയെങ്കിൽ. അതല്ല മാന്യമായ രീതിയിലുള്ള സമരമാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ നീടും, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യില്ല. സോഷ്യൽ മീഡിയ റീലിട്ടോട്ട് റിയൽ ആകില്ല. റിയലും റീലും രണ്ടും രണ്ടാ. റീൽസ് സുഖമാണ്, നമ്മൾ റൂമിലിരുന്ന് ബെഡിൽ കിടന്നുകൊണ്ട് റീൽസ് ഇടാൻ പറ്റും. റീൽസ് ഇട്ടവർ ഓരോന്നായി മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് മറ്റൊരു കാര്യം. ഇനി ഇത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്തെങ്കിലും തരത്തിൽ കേസിൽ കുടുങ്ങിയ നിങ്ങളെ രക്ഷിക്കാൻ അഭിജിത് ദീപ്ക വരില്ല. അവൻ അല്ലാതെ തന്നെ ആ സമരത്തിൽ നിന്ന് മുങ്ങി നടക്കുന്ന ഒരുത്തനാണ്. വേറെ ആരും നിങ്ങളെ രക്ഷിക്കാനില്ല. പിന്നെ ഈ സർക്കാരുകൾ ഇതിനകത്ത് തലയിടത്തില്ല. സർക്കാർ തലയിടുമായിരുന്നെങ്കിൽ ഇന്നലെ വേടന്റെ സമരത്തിനെതിരെ സർക്കാർ കേസെടുക്കില്ലായിരുന്നല്ലോ. മുൻകൂർ അനുമതി വാങ്ങിയില്ലെന്ന് പറഞ്ഞു. സർക്കാർ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. ഇതാരും എടുക്കില്ല. അവസാനം നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും മാത്രം. അല്ല, ഈ സമരം വന്നുമ്പോൾ ഇതിൽ ഒരുപാട് ജൻസി പിള്ളേർ അവര് ഇൻസ്റ്റാഗ്രാം റീച്ചിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള ജെൻസി പിള്ളേരുടെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, അവർക്ക് റീച്ചാണ് ജീവിതം. ലൈഫ് എന്ന് പറഞ്ഞാൽ റീച്ചാണ്. റീച്ച് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, ഈ ബുൾജെറ്റിനെ ഇവിടെ MVD പിടിച്ചപ്പോൾ പോലും ഞാൻ കെട്ടി തൂങ്ങി ചാവൂ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത ജെൻസി പിള്ളേർ ഇവിടെ ഉണ്ട്. അത് ജെൻസി അല്ല, ജെൻ ആൽഫയാണ് കേട്ടോ. കാരണം 2013 ശേഷം ജനിച്ചവർ ജെൻ ആൽഫയാണ്. അപ്പോൾ അങ്ങനെ ജെൻ ആൽഫ പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക. നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ചെളി പോലെയാണ്. കാരണം നിങ്ങളെ ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും കുഴച്ച് മറിച്ച് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക, ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്താണ് നമ്മുടെ രാജ്യമെന്നും എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും എന്താണ് നമ്മുടെ പാർലമെന്റ് എന്നും എന്താണ് ഡെമോക്രസി എന്നും എന്താണെന്ന് നമ്മുടെ ബേസിക് റൈറ്റ്സ് എന്നുമുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇന്നലെ ഒരു റീല് കണ്ടു. 20ാമത്തെ വയസ്സിൽ ഞാനൊരു SFI പ്രവർത്തകനായതിൽ അഭിമാനിക്കുന്നവരായിരിക്കും ജെൻസി തലമുറ. പക്ഷെ 40ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഞാനൊരു റൈറ്റ് വിങ് ആയില്ലെങ്കിൽ അതിൽ അപമാനം തോന്നുന്നവരായിരിക്കണം
ഇന്നത്തെ ജൻസി തലമുറ, അന്ന് 40-ാമത്തെ വയസ്സാവുമല്ലോ, അന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ കാര്യങ്ങളൊക്കെ എന്നൊരു ഇത് കണ്ടു. ബേസിക്കലി ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഈ OK അനാഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അയാളാണെങ്കിൽ നേപ്പാൾ ജൻസി കലാപത്തിലൊക്കെ പോയി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ഒരു മന്ദബുദ്ധി കേസാണ്. അയാൾക്ക് അറിയില്ല എന്താണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പാർലമെന്റ് എന്നും അങ്ങനെയൊന്നും. അയാൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുകയാണ് അതിന്റെ ഇമ്പാക്ട് അറിയില്ല എന്നുള്ളതാണ്. സോ വന്നെന്ന് പറയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല. പുള്ളി പറയുകയാണ്, ഗൈസ് നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡെമോക്രസിയുടെ ബുക്ക് ഉണ്ടല്ലോ ഗൈസ്, നമുക്കത് കത്തിക്കാം. എന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഡെമോക്രസിയുടെ ബുക്ക് നമുക്ക് കത്തിക്കാം. അയാൾക്ക് അത് അറിയില്ല. വാട്ട് ഈസ് ഡെമോക്രസി, എന്താണ് പാർലമെന്റ്, അവർക്കറിയാം എന്നുള്ള ആർട്ടിക്കിൾ 19A. എന്താണ് 19A? അഭിപ്രായ സ്വാതന്ത്ര്യം. എനിക്ക് അപ്പുറത്തവന്റെ തന്തയ്ക്ക് വിളിക്കാം എന്നുള്ളതാണ്. അങ്ങനെയല്ല അത്. പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കൂ ദയവ് പ്ലീസ്. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യങ്ങളെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ജൻസി ആദ്യമല്ല, ജൻസി എന്നുള്ള വാക്ക് ആദ്യമായിരിക്കാം. ജൻസി ഈ രാജ്യത്തും ഈ ലോകത്തും പണ്ട് തൊട്ടേ ഉണ്ട്. ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് നക്സൽ പ്രസ്ഥാനം ജൻസികളാണ് രൂപപ്പെടുത്തിയത്. ഹിപ്പി സംസ്കാരം കൊണ്ടുവരികയും കമ്മ്യൂണിസത്തിന് ആക്കം കൂട്ടിയതും ജൻസികളാണ്. DYFയും AIYFും അടക്കമുള്ള സംഘടനകളിലേക്ക് വന്നത് ജൻസികളാണ്. വിദ്യാർത്ഥി സംഘടനകളെല്ലാം ജൻസികളാണ്. ജൻസികൾ എല്ലാ കാലത്തും വലിയ രീതിയിൽ തന്നെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അത് പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ യുവതുർക്കികൾ എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ ചില യുവ നേതാക്കന്മാർ അക്കാലത്ത് അറിയപ്പെടുന്നത്. ജൻസികൾ, അന്നത്തെ ജൻസികൾ തല്ലും വെടിയും ഒക്കെ കൊണ്ടവർ തന്നെയായിരുന്നു. പോലീസിന്റെ മൃഗീയ മർദ്ദനങ്ങൾക്കിരയായിട്ടുള്ളവരാണ് അന്നത്തെ ജൻസി നേതാക്കളൊക്കെ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളത്. യുവാക്കളടക്കം. ജൻസി പുതിയ സംഭവമൊന്നുമല്ല. ആ ജൻസി കാണിച്ചിരിക്കുന്ന ഷോകളൊന്നും ഇന്നത്തെ ജൻസി കാണിക്കുന്നില്ല. ഇന്നത്തെ ജൻസി ആകെ കാണിക്കുന്ന 2 വായ എന്നിട്ട് തെറി പറയുക എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിച്ച MDMAയുടെ ഒരു കരുത്തിന്റെ പുറത്താണ് പറഞ്ഞത്. കെട്ടിറങ്ങി ചെവിക്കുറ്റിക്കൊന്നു കൊടുത്താൽ അവിടെ കറങ്ങി തീർന്നു എല്ലാ ജൻസിയും. ഞാൻ പറഞ്ഞില്ല, സമരങ്ങളെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ അക്രമ സമരങ്ങൾ ആര് നടത്തിയാലും, അതിപ്പോ നാളെ BJP നടത്തിയാലും നമ്മൾ ഇത് തന്നെ പറയും. അക്രമ സമരങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റില്ല, പൊതുമുതൽ നശിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ സമരം ചെയ്തോളൂ, നിങ്ങൾ കോലം കത്തിക്ക്, നിങ്ങൾ വേറെന്തെങ്കിലും ചെയ്യും, നമുക്ക് വിരോധമില്ല. നിങ്ങൾ എന്ത് സമരം ചെയ്തോ, നിങ്ങൾ ബാരിക്കേഡ് തള്ളി തറക്കാൻ ശ്രമിക്കും. പക്ഷെ നേരെ ഒരു സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് കല്ലെറിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. അത് പാർട്ടിക്കാരുടെ പൈസ അല്ലല്ലോ, അത് പൊതുജനങ്ങളുടെ പൈസ. അത് നശിപ്പിക്കാൻ പറ്റില്ല. സർക്കാർ ബസ്സിന് കല്ലെറിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് BJP പ്രതിരോധത്തിലായ ഒരു സമരമായിരുന്നത്? 47 ബസ്സുകൾക്ക് കല്ലെറിഞ്ഞ് തിരുവനന്തപുരത്ത് 47 ബസ്സും നിരത്തിയിട്ടുകൊണ്ട് ഒരു പ്രകടനം നടത്തിയായിരുന്നു KSRTC. അന്ന് കേരളം മുഴുവൻ അതിനോടൊപ്പം നിന്നില്ല. പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പാടില്ല. കാരണം അവരെന്ന് നമ്മുടെ പൈസയാണ് അവരുടെ ശമ്പളം. അത് നമ്മൾ എന്തിനാണ് അതൊന്ന് കൊടുക്കുന്നത്? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ലോ ആൻഡ് ഓർഡർ നടപ്പാക്കാൻ അത് അംഗീകരിക്കാൻ. അത് ഏത് പാർട്ടി ചെയ്താലും, പാർട്ടിയല്ല, വഴുതാരയല്ല, ഇനി BJPയോ കോൺഗ്രസ് ആര് ചെയ്താലും അക്രമ സമരങ്ങളെ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ ജനരോഷം ഉയരുക തന്നെ ചെയ്യും, പ്രതികരിക്കുക തന്നെ ചെയ്യും. യാതൊരു ഡൗട്ടും ഇല്ല. ഈ വീഡിയോയുടെ താഴെ വന്ന് തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് മായും കൂയും പൂവും ഒക്കെ അറിയത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അറിയാവുന്നവരാണ് നിങ്ങളുടെ പൂർവികർ എന്നുകൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികൾ എന്നുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അവരൊക്കെ ഇപ്പൊ ഇച്ചിരി ഒതുങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഇതിനകത്തൊന്നും വലിയ താല്പര്യ സമയം. ധനുഷ് ഇപ്പൊ പറഞ്ഞത് തന്നെ കറക്റ്റ്. 20ാമത്തെ വയസ്സിൽ SFIയുടെ നേതാവും 40ാമത്തെ വയസ്സിൽ റൈറ്റ് വിങ്ങിലേക്ക് എത്തുന്നത് കൊണ്ടുള്ള ഒരു കുഴപ്പം മാത്രമാണത്. കാരണം അവൻ കുറച്ചുകൂടെ ചിന്തിക്കുമ്പോൾ അവൻ റൈറ്റ് വിങ്ങിലേക്ക് പോകും, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്. അത് സ്വാഭാവികം തന്നെ. ഈ ജൻസികളും ഒരു 10 വർഷം കഴിയുമ്പോൾ പറയും. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. ഒരു 15 മുതൽ 20 വയസ്സ് വരെ വീട്ടുകാരുടെ പൈസക്കാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ നമ്മൾ SFI ആണ്. പക്ഷെ ഒരു 25-30 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ഒരു സമയമാണല്ലോ. ആ സമയത്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ, പണ്ട് വീട്ടിൽ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അമ്മയും അച്ഛനും പറയും, ലൈറ്റ് ഓഫ് ഇടാ, കറണ്ട് ബില്ല് കൂടുന്ന കണ്ടില്ലേ എന്ന് പറയും. ഇപ്പൊ ഞാൻ അവരോട് തിരിച്ചു പറയുക, ഇതെന്തിനാ ലൈറ്റ് ഇട്ടിരിക്കുന്നത്, കറണ്ട് ബില്ല് കൂടുന്ന കാണുന്നത്. ഞാൻ അവരോട് തിരിച്ചു പറയാം, ഈ വകതിരിവിന് പ്രിവിലേജ് എടുക്കരുത്. വകതിരിവിന്റെ പേരിൽ പ്രിവിലേജ് എടുത്ത് അക്രമം കാണിക്കരുത്. കുട്ടികളാണെന്ന് കരുതി നമുക്ക് പലതും ക്ഷമിക്കാൻ പറ്റും. പക്ഷെ കുട്ടികളാണെന്ന് കരുതിയിട്ട് ഈ നാട്ടിലെ ജനത്തിന് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം.